അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 3 വ്യാഴാഴ്ച. ദി ഹിന്ദു ദിനപത്രത്തിലേക്ക് അഭിമുഖം വേണമെന്നാവശ്യപ്പെട്ടത് ഹരിപ്പാട് മുൻ MLA ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യനാണെന്നും അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ വന്നെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഭിമുഖത്തിനായി PR ഏജൻസിയെ ചുമതലപ്പെടുത്തുകയോ പണം നൽകുകയോ ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. തനിക്ക് ഒരു ഏജൻസിയെയും അറിയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. PR ഏജൻസി പരാമർശത്തിൽ മുഖ്യമന്ത്രി ദി ഹിന്ദു ദിനപത്രത്തിനെതിരെ നിയമ നടപടിയെടുക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് ഹിന്ദുവും മാധ്യമങ്ങളുമായുള്ള മത്സരത്തിൽ തന്നെ കരുവാക്കേണ്ടെന്നും പറഞ്ഞു. പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ADGPയെ കീ പോസ്റ്റിലിരുത്തി അന്വേഷണത്തെ പ്രഹസനമാക്കുന്നുവെന്നും VD സതീശൻ വിമർശിച്ചു. ദേവകുമാറിന്റെ മകൻ പറഞ്ഞിട്ടല്ലല്ലോ ദേശീയ മാധ്യമത്തിന് അഭിമുഖം കൊടുക്കേണ്ടതെന്നും അങ്ങനെയെങ്കിൽ PRD പിരിച്ചുവിടണമെന്നും പറയാത്ത കാര്യം പ്രസിദ്ധീകരിച്ച ഹിന്ദുവിനെതിരെയും ഏജൻസിക്കെതിരെയും കേസ് കൊടുക്കുമോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. തൃശൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടത്താനാണ് ശ്രമിച്ചതെന്നും എന്നാൽ പൂരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂരത്തിന്റെ അവസാനഘട്ടത്തിൽ ചില വിഷയങ്ങൾ ഉണ്ടായി. ഇത് ഗൌരവത്തോടെ കണ്ട് ADGP MR അജിത് കുമാറിനെ ചുമതലപ്പെടുത്തി അന്വേഷണം പ്രഖ്യാപിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ സമഗ്രമായ റിപ്പോർട്ടായി അതിനെ കാണാനാവില്ലെന്നും പൂരവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് പരിശോധിക്കുമെന്നും പൂരം കലക്കലിൽ പുനരന്വേഷണം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ DGP റിപ്പോർട്ട് നൽകിയിരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ അന്വേഷിക്കാതെയുള്ള റിപ്പോർട്ടായിരുന്നു അതെന്നും DGPയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനമെന്ന് സൂചന. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തതായാണ് വിവരം. തൃശൂർ പൂരം കലക്കലിൽ ADGPയുടെ വീഴ്ച സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കും. പൂരം കലക്കൽ അട്ടിമറി ഗൂഢാലോചന ക്രൈംബ്രാഞ്ച് ADGP അന്വേഷണം നടത്തും. ഇതിനു പുറമെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയും അന്വേഷണം നടത്തും. ഇത്തരത്തിൽ 3 തരത്തിലുള്ള അന്വേഷണമായിരിക്കും നടക്കുക. വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് മുഖ്യമന്ത്രി. ഫലപ്രദമായ ഒരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 140.6 കോടി രൂപ ആദ്യ ഗഡു നേരത്തെ നൽകിയതാണ്. ഇതുവരെ അനുവദിച്ചത് സാധാരണഗതിയിലുള്ള സഹായം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കളും മറ്റു കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്നും ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തിന് 7 ലക്ഷം നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരന്തത്തിൽ മാതാപിതാക്കൾ 2 പേരും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 10 ലക്ഷം രൂപയും മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 5 ലക്ഷം നൽകുമെന്നും ഉരുൾപൊട്ടലിലെ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി മാതൃകാ ടൌൺഷിപ്പ് ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ADGP MR അജിത് കുമാർ RSS നേതാവ് വത്സൻ തില്ലങ്കേരിയുമായും കൂടിക്കാഴ്ച നടത്തിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. RSS നേതാക്കളുമായി നിരന്തരമായി ADGPക്ക് ചർച്ച ചെയ്യേണ്ട എന്ത് കാര്യമാണുള്ളതെന്നും ചെന്നിത്തല ചോദിച്ചു. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന നിലപാടിൽ ഉറച്ച് PV അൻവർ. പാർട്ടി രൂപീകരിക്കുമ്പോൾ MLA സ്ഥാനം തടസ്സമാണെങ്കിൽ രാജിവെക്കുമെന്നും
നിയമസഭയിൽ തനിക്ക് അനുവദിക്കുന്ന കസേരയിൽ ഇരിക്കുമെന്നും അതെല്ലാം സ്പീക്കർ തീരുമാനിക്കട്ടെയെന്നും കത്ത് കൊടുക്കില്ലെന്നും PV അൻവർ MLA പറഞ്ഞു. തന്റെ പുതിയ പാർട്ടിയുടെ പേര് ഞായറാഴ്ച പ്രഖ്യാപിക്കുമെന്നും അൻവർ അറിയിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാൻ പണം ഇല്ലാത്ത സർക്കാരാണ് PR ഏജൻസിക്ക് പണം നൽകുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞ 8 വർഷ കാലയളവിൽ ഇങ്ങനെ എത്ര തുക ചെലവഴിച്ചു എന്ന് വിശദമാക്കണം. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് PRD ഉദ്യോഗസ്ഥരെ വെച്ചിരിക്കുന്നത് പിന്നെ എന്തിനാണെന്നും അവരെ പിരിച്ചുവിടണമെന്നും അദ്ദേഹം പറഞ്ഞു. KT ജലീൽ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നതെന്നും ജലീലിനെ ഒറ്റയ്ക്ക് നിൽക്കാൻ ശേഷിയില്ലെന്നും PV അൻവർ MLA. വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിയെ തള്ളിപ്പറയില്ലെന്ന് KT ജലീൽ പറയുമ്പോൾ ആരെങ്കിലും അദ്ദേഹത്തെ വെടിവെക്കുമെന്ന് പറഞ്ഞിരിക്കുമെന്നും അൻവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒരാളുടെയും കാലിലല്ല നിൽക്കുന്നതെന്നും എന്നും സ്വന്തം കാലിലേ നിന്നിട്ടുള്ളൂവെന്നും PV അൻവറിനെ മറുപടിയായി KT ജലീൽ MLA ഫേസ്ബുക്കിൽ കുറിച്ചു. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമേ താങ്കളെക്കാൾ ഞാൻ പിറകിലുള്ളൂവെന്നും ഇങ്ങോട്ട് മാന്യതയാണെങ്കിൽ അങ്ങോട്ടും മാന്യതയെന്നും മറിച്ചാണെങ്കിൽ അങ്ങനെയെന്നും KT ജലീൽ വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടി മുദ്രവെച്ച കവറിൽ അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് കൈമാറി. പരാതിയുമായി മുന്നോട്ടു പോകാൻ മൊഴി നൽകിയവർക്ക് താൽപര്യമില്ലെങ്കിൽ നിർബന്ധിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വിനോദമേഖലയിൽ നിയമനിർമ്മാണം വേണമെന്ന് വനിതാ കമ്മീഷൻ കോടതിയിൽ പറഞ്ഞു. ചൂഷണം അവസാനിപ്പിക്കണമെന്നും സിനിമാ മേഖലയെ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ മേഖലയെയും ഉൾക്കൊള്ളുന്നതാകണം നിയമം എന്നും കോടതി പറഞ്ഞു. നടൻ ദിലീപ് സുഹൃത്തായതിന്റെ പേരിൽ തന്റെ പേര് കേസിലേക്ക് വലിച്ചിഴക്കപ്പെട്ടുവെന്നും സത്യാവസ്ഥ അറിയാതെയാണ് തനിക്കെതിരെ നീക്കം നടന്നതെന്നും അൻവർ സാദത്ത് MLA പറഞ്ഞു. ചാനലുകൾ റേറ്റിംഗിനായി കേസ് ഉപയോഗിച്ചപ്പോൾ തനിക്കുണ്ടായ ഡാമേജിന് ആര് മറുപടി പറയുമെന്നും അൻവർ സാദത്ത് ചോദിച്ചു. കാലടി പ്രസ് ക്ലബ് സംഘടിപ്പിച്ച പൊതുപരിപാടിയിലായിരുന്നു അൻവർ സാദത്തിന്റെ വിമർശനം. തനിക്കെതിരെ കേസെന്നത് വ്യാജ പ്രചാരണമെന്ന് കർണാടകയിലെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേ. ഷിരൂർ തെരച്ചിൽ വിഷയത്തിൽ ഇനി ഒരു തരത്തിലും വിവാദത്തിനില്ല. താൻ ചെയ്തത് എന്തെന്നത് ദൈവത്തിനറിയാം, അത് കണ്ടുനിന്നവർക്കുമറിയാം. താനത് ഒരു തരത്തിലും പ്രശസ്തിക്കു വേണ്ടി ചെയ്തതല്ലെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു. നന്ദി പ്രതീക്ഷിച്ചല്ല ഒന്നും ചെയ്തതെന്നും എത്ര അപമാനിതനായാലും ആരോടും ശത്രുതയില്ലെന്നും ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ ലോറി ഉടമകളിലൊരാളായ മനാഫ്. കോഴിക്കോട് മുക്കാം സ്കൂളിലെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മനാഫ്. അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും തെറ്റിദ്ധാരണ ഉണ്ടായതിൽ മാപ്പ് ചോദിക്കുകയാണെന്നും അർജുന്റെ കുടുംബത്തെ ഇതിന്റെ പേരിൽ ആരും വേട്ടയാടരുതെന്നും മനാഫ് പറഞ്ഞു. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തിരുച്ചിറപ്പള്ളിയിൽ 8 സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ബോംബ് ഭീഷണി ലഭിച്ചതെന്നാണ് സൂചന. ബോംബ് ഡിസ്പോസൽ ടീമുകളെയും സ്നീഫർ ഡോഗുകളെയും ഉപയോഗിച്ച് സ്കൂളുകളിൽ തിരച്ചിൽ നടത്തുകയാണ്. ജയിലുകളിൽ ജാതി വിവേചനം പാടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. എല്ലാ സംസ്ഥാനങ്ങളിലെയും ജയിൽ ചട്ടം 3 മാസത്തിനുള്ളിൽ പരിഷ്കരിക്കണമെന്നാണ് നിർദ്ദേശം. ജാതി അടിസ്ഥാനത്തിൽ ജയിലുകളിൽ വിവേചനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന സർക്കാരുകളാകും ഉത്തരവാദിയെന്നും കോടതി വ്യക്തമാക്കി. തെലുങ്ക് താരങ്ങളായ നാഗചൈതന്യയും സാമന്തയും വിവാഹബന്ധം വേർപ്പെടുത്തിയതിന് കാരണക്കാരൻ BRS നേതാവ് KT രാമറാവു ആണെന്ന തെലങ്കാന മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കൊണ്ട സുരേഖയുടെ പ്രസ്താവന വിവാദമായി. കൊണ്ട സുരേഖയ്ക്കെതിരെ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് KTR വ്യക്തമാക്കി. പരാമർശങ്ങളിൽ മാപ്പ് പറയണമെന്നും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും KTR അറിയിച്ചു. രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി തന്നെ കരുവാക്കരുതെന്ന് വ്യക്തമാക്കി നടി സാമന്ത. വേർപിരിയൽ തീർത്തും വ്യക്തിപരമാണെന്നും അതിൽ അനാവശ്യ വായനകൾ നടത്തരുതെന്നും സാമന്ത പറഞ്ഞു. മുൻ ഭാര്യയോടും തന്റെ കുടുംബത്തോടുമുള്ള ബഹുമാനം കൊണ്ടാണ് ഇത്തരം ആരോപണങ്ങളിൽ മുൻപ് നിശബ്ദത പാലിച്ചതെന്നും മന്ത്രിയുടെ പ്രസ്താവന ലജ്ജാകരമാണെന്നും നാഗചൈതന്യയും വ്യക്തമാക്കി. വിവാദമായ തന്റെ ആരോപണത്തിൽ മാപ്പു പറഞ്ഞ് തെലങ്കാന വനംവകുപ്പ് മന്ത്രി കൊണ്ട സുരേഖ നാഗചൈതന്യയോടും സാമന്തയോടും അവരുടെ കുടുംബത്തോടും മാപ്പ് പറയുന്നുവെന്നും എന്നാൽ KT രാമറാവുവിനെതിരെ താൻ നടത്തിയ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറുന്നില്ലെന്നും അവർ വ്യക്തമാക്കി.
ഇന്ത്യയിൽ ബീഫ് ഉപഭോഗം നിരോധിച്ചാൽ ആ നിയമം പാലിക്കണമെന്ന് ഇസ്ലാമിക പ്രഭാഷകൻ സക്കീർ നായിക്. പാക് TV ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സക്കീർ നായിക് ഇക്കാര്യം പറഞ്ഞത്. അതത് രാജ്യത്ത് താമസിക്കുന്നവർ ആ രാജ്യത്തെ നിയമം പാലിക്കണമെന്ന് സക്കീർ നായിക് പറഞ്ഞു. സക്കീർ നായിക്കിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് മുതിർന്ന JDU നേതാവ് KC ത്യാഗി രംഗത്തെത്തി. ലെബനോനിൽ 8 സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രായേൽ. ലെബനോനിലുണ്ടായ ബോംബിംഗിൽ 6 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ ഹിസ്ബുല്ല തലവനായിരുന്ന ഹസൻ നസ്രല്ലയുടെ മരുമകൻ ജാഫർ അൽ ഖാസിർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇറാനെതിരായ പ്രത്യാക്രമണ പദ്ധതി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിച്ചാൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് സർവകാല റെക്കോർഡ് തൊട്ടു. ഗ്രാം വില 10 രൂപ വർദ്ധിച്ച് 7110 രൂപയും പവൻ വില 80 രൂപ വർദ്ധിച്ച് 56,880 രൂപയുമായി. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണിത്. സെപ്റ്റംബർ 27 കുറിച്ച പവന് 56,800 രൂപയെന്ന റെക്കോർഡാണ് ഇതോടെ പഴങ്കഥയായത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.